ചേട്ടാ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു തിരുവനന്തപുരം മേയർ ആർക്കാണ് യോഗ്യത എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നലെ ഒരു ചർച്ച നടത്തിയിരുന്നു. ഇന്നിപ്പോ വി രാജേഷ് എന്നുള്ള വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു. വി രാജേഷ് വലിയ പ്രഖ്യാപനങ്ങളോടെയൊക്കെ തന്നെയാണ് ഇപ്പം മേയർ സ്ഥാനത്തോട്ട് എത്തുന്നത്. പുള്ളി പറഞ്ഞിട്ടുണ്ട്, മോദി 45 ദിവസത്തിനുള്ളിൽ മോദി വരും, പിന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും എന്നെല്ലാമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പം പക്ഷെ ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ടല്ലായിരുന്നു. ഈ സംഘപരിവാർ അല്ലെ RSSകാർക്കാണ് വി രാജേഷ് മേയർ ആകണമെന്ന് ഏറ്റവും കൂടുതൽ വി രാജേഷിനെ അനുകൂലിച്ച് നിന്നത് RSS ആണ്. മറ്റ് BJP നേതാക്കളൊക്കെയാണ് ശ്രീലേഖ മേയർ ആകണം എന്നുള്ള രീതിയിൽ നിന്നത്. അപ്പം ഈ വരും ദിവസങ്ങളിൽ ഇതും വിവാദത്തിലോട്ട് പോവോ, അല്ലെങ്കിൽ ഇതും ഈ തർക്കത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഓൾറെഡി വിവാദമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, പ്രവർത്തിക്കുന്നവർക്ക് സാധ്യതകൾ നൽകാത്ത ഒരു പാർട്ടിയാണ് BJP. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. എവിടെന്നെങ്കിലും വരുന്ന, ഇപ്പൊ സുരേഷ് ഗോപി തന്നെ മന്ത്രിയാവുന്നു. എന്തുകൊണ്ടാണ്? വേറെ ആരും ഇല്ല ഇവിടെ മന്ത്രിയാവാൻ. അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരു ശേഷി എന്താ പാർട്ടിക്ക് ഇല്ലേ, BJPക്ക് ഇല്ലേ? ഇപ്പം നമുക്കറിയാം, സുരേഷ് ഗോപി നിൽക്കുന്നിടത്ത് വിജയിച്ചു. അതേസമയം മുരളീധരൻ ഉണ്ടായിരുന്നു, സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവരാരും വിജയിക്കുന്നില്ല? ഈ മുരളീധരൻ ആണെങ്കിൽ തന്നെ എത്രയോ വർഷക്കാലം കൊണ്ട് പ്രവർത്തിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ഒരു MP ആയി, അങ്ങനെ ഒരു സഹമന്ത്രിയായി മാറുകയല്ലായിരുന്നു മുരളീധരൻ ചെയ്തത്. അല്ല, മുരളീധരൻ അങ്ങ് ജയിച്ചിട്ടില്ല ഇതുവരെ. സുരേന്ദ്രൻ എത്രയോ തവണ മത്സരിക്കുന്നു, സുരേന്ദ്രൻ വിജയിക്കുന്നില്ല. പക്ഷേ ഈ ശ്രീധരനെ നിർത്തി, ഈ ശ്രീധരൻ വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തി. കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാതിരുന്ന, മത്സരിക്കാതിരുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ തിരുവനന്തപുരത്തെത്തി വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തി. ഒരു ഘട്ടത്തിൽ ഈ ശ്രീധരനാണെങ്കിലും രാജീവ് ചന്ദ്രശേഖരനാണെങ്കിലും വിജയിക്കുന്നതിന്റെ തൊട്ടടുത്തെന്ന് വെച്ചാൽ ലീഡ് ചെയ്തിട്ടുണ്ട്. അവര് മത്സരിച്ച് ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിലും പാലക്കാട് വോട്ട് പിടിക്കുകയും ചെയ്തു, ലീഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. ഇപ്പൊ ശശി തരൂരിന് എതിരായിട്ട്, ഷാഫി പറമ്പലിനെതിരായിട്ടൊക്കെയാണ് ഇവർ മത്സരിച്ച് നല്ല ലീഡ് ഉയർത്തിക്കൊണ്ട് വന്നത്. ഇപ്പോൾ ശാസ്തമംഗലം വാർഡിൽ നിന്നും ഇവർ വിജയിക്കുകയും ചെയ്തു, ഈ പറയുന്ന ശ്രീലേഖ. അപ്പോൾ ഇങ്ങനെ ഈ പറയുമ്പോൾ ഈ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് ആർക്കും ജനപിന്തുണ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇപ്പൊ സുരേന്ദ്രൻ മത്സരിച്ച് എവിടെയെങ്കിലും ജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അറിയാവുന്ന പോലെ ഇവിടെ മത്സരിച്ചു, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. എന്തായി? കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല സുരേന്ദ്രന്. അതുപോലെ മുരളീധരൻ മത്സരിച്ചു, കഴക്കൂട്ടത്ത് മത്സരിച്ചു, ആറ്റിങ്ങിൽ മത്സരിച്ചു. എന്തായി അവസാനം? ഒന്നും ആയില്ല. അപ്പം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ പൊതുധാരയിൽ ഇറങ്ങി നിന്നുകൊണ്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ പൊതുവെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള BJP നേതാക്കന്മാരെ പൊതുവെ ജനം കൈയൊഴിയുന്നതാണോ, ഇനി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള മാജിക്കുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അതേസമയം നമ്മൾ നോക്കിയാൽ ശ്രീലേഖ ജയിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ശ്രീലേഖ IPS എന്ന് പറയുന്ന ഒരു മോഹ പദവി വെച്ചുകൊണ്ട് അവർ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ മെക്കാനിസം മുഴുവൻ വർക്ക് ചെയ്തു. നമ്മൾ തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണ് BJPയുടെ മെക്കാനിസം ഏറ്റവും നന്നായി പ്രവർത്തിച്ചെന്ന് പറയാം. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരുടെ ഏറ്റവും അധികം കരുതൽ, ശ്രദ്ധ എന്ന് പറഞ്ഞ ഈ മേഖലയിലേക്കായിരുന്നു. തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു. ബാക്കി നടന്ന ഒരിടത്ത് പോലും ബാക്കിയുള്ള കോർപ്പറേഷനിലെങ്ങും ഇവർ ശക്തമായ സാന്നിധ്യമായിരുന്നില്ല. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP വേറെ എന്തൊക്കെയോ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്താണ് ആ ലക്ഷ്യത്തിന്റെ പിന്നിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തെ കൊള്ളയടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം അവരുടെ ഉള്ളിലുണ്ട്. ആ കൊള്ളയടിക്കൽ BJP ഒരിക്കലും നേരിട്ട് നടത്തും എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അതേസമയം മറ്റൊരാൾ വഴി, ഇപ്പൊ അദാനി എന്ന് പറയുന്ന ഒരാൾക്ക് 2 സ്ഥാപനങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത്. ഒന്ന് എയർപോർട്ടും ഉണ്ട്, ഒന്ന് വിഴിഞ്ഞം പോർട്ടും ഉണ്ട്. ഇതിലൂടെ എങ്ങനെ ഒരു പിടിച്ചടക്കൽ നടത്താം എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന ജനപങ്കാളിത്തമുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചു പരിചയമുള്ളവരെ പൊതുവെ BJPക്കാർ അത്രത്തോളം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. BJPക്കാരോ അല്ലെങ്കിൽ BJP പ്രവർത്തകരോ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച്, ഇപ്പം ശ്രീലേഖ തന്നെ വന്നു. ശ്രീലേഖയെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് മേയറാക്കുക എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ എയിം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പുതുതായിട്ട് വന്നു കയറിയ ഒരാളെ അവിടെ മേയറാക്കാൻ കഴിഞ്ഞു. അത് സ്വാഭാവികമായും ആരുടെ വിജയമാണ്? സ്വാഭാവികമായും അത് BJPയുടെ വിജയമായി തന്നെ കണക്കാക്കേണ്ടി വരും. എന്നിട്ട് ഇപ്പൊ ശ്രീലേഖയ്ക്ക് പറ്റാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ശ്രീലേഖ അസ്വസ്ഥയാണ്. കാരണം ഇത്രയും ദിവസം, അതായത് കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെ
ശ്രീലേഖ ഉറപ്പായും അവിടുത്തെ മേയർ ആകും അല്ലെങ്കിൽ മേയർ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചു വരുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് വി രാജേഷിനെ അവിടെ പരിഗണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രന് ഇഷ്ടമല്ല, കെ സുരേന്ദ്രന് ഇഷ്ടമല്ല, വി മുരളീധരനും ഇഷ്ടമല്ല. കാരണം എന്താണ്, ഇവരെല്ലാം നിൽക്കുന്ന RSSന്റെ ഒരു ബാക്കപ്പിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ RSSന്റെ ദേശീയ നേതൃത്വത്തിനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കുമോ അങ്ങനെ വഴങ്ങിയത്? തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതൃത്വം ഇതിനകത്ത് കാര്യക്ഷമമായി ഇടപെട്ടതിനെ തുടർന്നിട്ടാണ്. കാര്യം ഇവർ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിരുന്നു. ദേശീയ നേതൃത്വം പറയുകയാണ്. കാര്യം വി രാജേഷ് പൊതുവെ കെ സുരേന്ദ്രന്റെ അടുത്ത ആളാണ്. അപ്പം ഈ രീതി വെച്ചിട്ടാണ് നേരിട്ട് കേന്ദ്ര നേതൃത്വമായിട്ട് കയറി മുട്ടി. ഇവിടെ കാര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വി രാജേഷിന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്, വി രാജേഷിന് നല്ലൊരു പ്രവർത്തന പരിചയമുണ്ട്. തിരുവനന്തപുരത്ത് കിടന്നിട്ട് കൗൺസിലറായും അല്ലാതെയും വി രാജേഷിന് നല്ല പ്രവർത്തന പരിചയമുണ്ട്. എന്നിട്ട് വി രാജേഷിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു പ്രവർത്തന പരിചയവും ഇല്ലാത്ത ഒരാളെ പിന്നെ മേയറാക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നടപ്പിലാകും? അത് തെറ്റായ ശീലമാണ്. അപ്പം അത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാനമായും ഈ പറയുന്ന ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഒരു നേതൃത്വത്തെ ഇഷ്ടപ്പെടാത്ത നിരവധി ആളുകൾ ഇപ്പൊ BJP-യിലുണ്ട്. ഇത് ആകെപ്പാടെ രാജീവ് ചന്ദ്രശേഖരനെ താല്പര്യമുള്ളത് എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് സുരേഷിന് മാത്രമാണെന്ന് തോന്നുന്നു. കാര്യം സുരേഷ് സർവ്വസമയവും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ട്, രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ ഉണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരു പത്രസമ്മേളനം വിളിച്ചാൽ മറുപടി പറയുന്നതും പത്രക്കാരെ ശാസിക്കുന്നതും ഈ പറയുന്ന സുരേഷ് കുമാറാണ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഈ പറയുന്ന ഒരു വിഭാഗം വരുന്ന നേതാക്കന്മാർക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം താല്പര്യമില്ല. പ്രധാനമായ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിന്റെ പൾസ് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിന്റെ പൾസ് അറിയാൻ വയ്യാത്ത ഒരാളെ ഇവരുടെയൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിടന്ന് ഓടി മറിഞ്ഞ് പണിയെടുത്തിട്ടുള്ള ഈ നേതാക്കന്മാരുടെയൊക്കെ തലപ്പത്തേക്ക് കൊണ്ടിരുത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന അസ്വസ്ഥതകൾ ഇന്ന് BJP-ക്കകത്തുണ്ട്. അത് ഇന്നലെ തുടങ്ങിയല്ല. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഉണ്ടായതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു അസ്വസ്ഥത തുടർന്നു വരികയാണ്. എന്ന് വെച്ചാൽ ഈ നേതൃത്വത്തെ അംഗീകരിക്കാൻ ഒരു പറ്റം വരുന്ന കെ സുരേന്ദ്രനാണെങ്കിലും വി മുരളീധരനാണെങ്കിലും MT രമേശനാണെങ്കിലും ഇനി അതല്ല ശോഭാ സുരേന്ദ്രനാണെങ്കിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ കെ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനത്തിനെതിരെ എന്തോരം മുറവിളി കൂട്ടിയതാണ് അല്ലെ? ഈ നമുക്കറിയാം കെ സുരേന്ദ്രന്റെ ഒരു വിഷയം അവിടെ വന്ന സമയത്ത് പാലക്കാട് ബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്നല്ലേ തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാള് പൊട്ടി വീഴുന്നതും അയാള് കെ സുരേന്ദ്രന്റെ എതിരായി പ്രഖ്യാപനം നടത്തുന്നതും അവിടെ തൃശ്ശൂര് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പെട്ടി ഓട്ടോറിക്ഷയ്ക്കകത്ത് ചാക്ക് നിറയെ പണം കൊണ്ടുവന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം നമ്മൾ കാണേണ്ടത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഈ തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക ആ ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ നിന്ന് വിഭിന്നമല്ല എന്നുള്ളതാണ്. അതിനകത്തുകൊണ്ട് ഉൾപാർട്ടി തർക്കം ശക്തമായി രൂഢമൂലമായ തർക്കങ്ങളാണുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമുള്ള ഒരാളെ എന്തുകൊണ്ടാണ് ഇവിടെ മേയറായി അംഗീകരിക്കാൻ ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഈ ഡെപ്യൂട്ടി മേയറായിട്ട് ഇപ്പം വരുന്ന ആശാനാഥിന്റെ പ്രവർത്തന പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അവരുടെ അമ്മാവനുണ്ടായിരുന്നു, കരുമൻ ചന്ദ്രൻ എന്നാണ്. അവിടെ അദ്ദേഹം വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഈ ആശാനാഥിന്റെ പിന്നെ അമ്മാവൻ. ഈ അമ്മാവൻ ജനകീയനായിരുന്നു കേട്ടോ, ദോഷം പറയുന്നില്ല, ജനകീയൻ. അദ്ദേഹം ഒരു ദിവസം രാവിലെ അത് ഷർട്ട് ഇസ്തിരിയിടുകയായിരുന്നു. അപ്പം അയൺ ചെയ്യുന്ന കൂട്ടത്തിൽ ഷോക്ക് ഇട്ടിട്ട് അദ്ദേഹം മരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഡിമൈസ് പെട്ടെന്നുണ്ടായ സാഹചര്യത്തിൽ ഒരു താരോദയമാണ് ആശാനാഥ്. അങ്ങനെ ഉണ്ടായി വന്ന ഒരു നേതാവാണ് ആശാനാഥ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ചെറുപ്പകാലം മുതൽ ഇതിനകത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബാലഗോകുലത്തിലോ അവിടെ ഇവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അവിടെ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്തു. അവിടെ ആ വാർഡിൽ കരിമത്ത് പിന്നെ ആശാനാഥിനെ കൊണ്ട് നിർത്തിക്കൊണ്ട് ചെറുപ്പക്കാരെ കുറെ പേരെ അട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞു. കാര്യം ചെറുപ്പക്കാരിയായ ഒരാളാണ് മത്സരിക്കുന്നത്, BJP-കാരിയാണ്. അപ്പൊ തന്നെയുമല്ല, പാപ്പനംകോട് വാർഡ് എന്ന് പറയുന്നത് പൊതുവിൽ ഈ പറയുന്ന പിന്നെ BJP-ക്ക് കുറച്ച് പ്രാധാന്യമുള്ള ഒരു വാർഡ് കൂടിയാണ്. അവിടെ കൊണ്ടൊരാളെ ആശാനാഥിനെ നിർത്തിയപ്പോൾ അവിടെ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്തു. ആ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുകയും അതോടൊപ്പം ചെറുപ്പം എന്ന് പറയുന്ന ഒരു തോന്നലും കൂടെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്ക് വോട്ടുണ്ടായി. അങ്ങനെ ആശാനാഥ് കയറി വന്നതാണ്. അല്ലാതെ ആശാനാഥിന് ഈ പറയുന്ന പോലെ അവിടുത്തെ ജനങ്ങളെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആശാനാഥ് ഡെപ്യൂട്ടി മേയർ ആവുന്നു. ഇപ്പൊ ഈ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ ആക്കാനും പറ്റില്ല. കാര്യം ശ്രീലേഖ മേയർ ആവാൻ ഇരുന്ന ഒരാളെ പിടിച്ച് ഡെപ്യൂട്ടി മേയർ ആക്കുന്നത് എങ്ങനെ? അതും പ്രാക്ടിക്കലി ഇപ്പോൾ ഒരു നല്ലൊരു സൊല്യൂഷൻ അല്ല. തന്നെയല്ല, ഇതിനകത്തൊന്നും ഇനി താല്പര്യമില്ല എന്നുള്ള നിലയിലാണ് ശ്രീലേഖയുടെ നിൽപ്പ്. കാരണം ഞാൻ ജസ്റ്റ് കൗൺസിലർ, അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യമൊന്നും ഇല്ല. ആ നിരാശയാണ്. ആ നിരാശ തൽക്കാലം മറികടക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇപ്പോ ഈ പറയുന്ന ഇവരെ ഒന്ന് അനുനയിപ്പിക്കണം.
ഈ നേരത്തെ നമ്മൾ പറയല്ലേ MS കുമാർ പിന്നെ BJP-ക്കെതിരായി സംസാരിക്കാൻ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കയറി ഇറങ്ങി അദ്ദേഹത്തെ സുഖിപ്പിച്ച് ഒരു സമവായം ഉണ്ടാക്കിയതുപോലെ ഈ ശ്രീലേഖയും കൂടെ എങ്ങനെയെങ്കിലും ഒരു സമവായത്തിലെത്തിക്കണം. എന്നിട്ട് വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാൻ പോവുകയാണ്. അതായത് ഇവര് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരത്തെ ഒരു ഷുവർ സീറ്റിൽ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് BJP-ക്ക് ഷുവർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലിപ്പോ. ഒരു സീറ്റ് പോലും BJP-ക്ക് ഷുവർ സീറ്റായിട്ടില്ല. തിരുവനന്തപുരത്തുള്ള സീറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ഇടതുപക്ഷ സീറ്റുകളാണ്. ആകപ്പാട് അവിടെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു 10-12 വാർഡുകളിൽ ഒരിടത്ത് മാത്രമാണ്, ശരിക്കും മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് UDF ജയിച്ചത്. വിൻസെന്റ് കോവളത്തും ജയിച്ചത്. ബാക്കി എല്ലാ ഇടങ്ങളിലും LDF-ന് പ്രാധാന്യമുള്ള, ഇപ്പൊ വട്ടിയൂർക്കാവാണെങ്കിലും ഇപ്പൊ കഴക്കൂട്ടത്ത് SS ലാൽ എന്ന് പറയുന്നത് ഡോക്ടർ SS ലാലാണ് അവിടെ മത്സരിച്ച് കടകംപള്ളിക്കെതിരായിട്ട് മത്സരിച്ച് അവിടെ കടകംപള്ളി കയറി. അപ്പൊ തിരുവനന്തപുരത്ത് എവിടെ എടുത്ത് നോക്കിയാലും നമുക്ക് അത് കാണാൻ കഴിയും. ഇപ്പം ഈ പറയുന്ന വട്ടിയൂർക്കാവില് VK പ്രശാന്താണ് അവിടുത്തെ MLA ആയിട്ടിരിക്കുന്നത്. അവിടെ മത്സരിച്ചത് കുമ്മന രാജശേഖരൻ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവിടങ്ങളിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ ഒരു ഷുവർ സീറ്റ് എന്ന് പറഞ്ഞിട്ട് BJP-ക്ക് ഇല്ല. ആകെപ്പാടെ നേമത്തുണ്ടായിരുന്നു. ഇപ്പൊ ആ നേമം എന്ത് ചെയ്തു? രാജീവ് ചന്ദ്രശേഖർ കയറി പിടിച്ചു. എനിക്ക് നേമത്ത് മത്സരിക്കണം. എന്തുകൊണ്ടാണ് നേമത്ത് മത്സരിക്കണം എന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടത്? അത് ഏകപക്ഷീയമായ തീരുമാനമാണ്. പാർട്ടിയിലെ ഒരു കുഞ്ഞുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഒരാൾ വേറെ ഒരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർ സ്വയം ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, നേമത്തെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം അത് മാത്രമാണ് ഷുവർ സീറ്റ് എന്ന് കരുതുന്നത്. അല്ലാതെ വേറെ എങ്ങും പറയാനില്ല. 2ാം സ്ഥാനത്തേക്കൊക്കെ പോവുമായിരിക്കും പലയിടങ്ങളിലും. ഇപ്പം ഏതൊരു മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും BJP-ക്ക് അത്ര ഷുവറായിട്ട് തിരുവനന്തപുരത്ത് സീറ്റുകളൊന്നുമില്ല. അപ്പൊ ഒരു ഷുവർ സീറ്റ് മത്സരിപ്പിച്ച് ശ്രീലേഖയെ ജയിപ്പിക്കും എന്നുള്ളതാണ് BJP കൊടുത്തിരിക്കുന്ന ഒരു വാക്ക്. പക്ഷേ ഈ ഷുവർ സീറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് BJP സമയത്തുള്ള പ്രയാസം. നേമത്ത് V ശിവൻകുട്ടി മത്സരിച്ചാൽ വീണ്ടും അവിടെ ശിവൻകുട്ടി തന്നെ ആയിരിക്കും അവിടെ വിജയിക്കുക. അപ്പൊ നേമം എന്ന് പറയുന്നത് BJP-ക്ക് ഷുവർ സീറ്റ് അല്ല. VK പ്രശാന്തിന് എന്തെങ്കിലും ഇടിവുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നിരുന്നാൽ തന്നെയും വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം ഇതുവരെയുള്ള ഒരു നീക്കം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ VK പ്രശാന്ത് തന്നെയാണ്. അല്ല, അവിടെ ശ്രീലേഖയെ കൊണ്ട് നിർത്തി ജയിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയൊരു കാരണമുണ്ട്. ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ശാസ്തമംഗലം കൂടി ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഈ വട്ടിയൂർക്കാവിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം ശ്രീലേഖ ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതെന്ന് അവിടെയുള്ളവർക്കറിയാം, വട്ടിയൂർക്കാവ് നിവാസികൾക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ശ്രീലേഖയെ അവിടെ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് വീണ്ടും ശാസ്തമംഗലത്ത് നിന്ന് അവരെ വിജയിപ്പിച്ചെടുത്ത ഒരു പറ്റം ആളുകളുണ്ട്. അതായത് പിന്നെ അവർക്ക് കോർപ്പറേഷനിലേക്ക് വഴിയൊരുക്കി കൊടുത്ത ഒരു പറ്റം ജനങ്ങളുണ്ട്. അവരുടെ കണ്ണി പൊടിയിടലല്ലേ. അപ്പം എന്തിനു വേണ്ടിയാണ് ശ്രീലേഖ മത്സരിച്ചത്? അവർക്ക് മേയർ ആവാൻ വേണ്ടി മത്സരിച്ചതാണ്. മേയർ ആകാത്തിടത്തോളം കാലം എനിക്ക് കൗൺസിലർ സ്ഥാനം വേണ്ട. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ ആര് നോക്കും? അവര് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ശാസ്തമംഗലം വാർഡിലെ ആൾക്കാരുടെ കാര്യം ആരായിരിക്കും നോക്കേണ്ടത്? അപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉള്ളൂ ശ്രീലേഖയുടെ ആയുസ്. മനസ്സിലായില്ലേ? ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഈ ശ്രീലേഖയുടെ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. കാര്യം അടുത്ത വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിക്കുകയാണ്. ഇനിയും പോട്ടെ, ഇനി ഇവർക്ക് വേറെ എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അതും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവർ ഈ സ്ഥാനം കൊണ്ട് രാജിവെച്ച് അവർ ലോക്സഭയിലേക്ക് മത്സരിക്കും. അപ്പൊ ഇതാണ് ശ്രീലേഖയുടെ ഒരു ധാർഷ്ട്യം. അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, അധികാരം വേണം, പദവി വേണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കരുനീക്കം മാത്രമാണ് ശ്രീലേഖ നടത്തിയിട്ടുള്ളത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഈ വട്ടിയൂർക്കാവ് നിവാസികൾ എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു ഷുവർ സീറ്റിൽ നിർത്തി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അവിടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് അങ്ങനെ ഒരു ഷുവർ സീറ്റ് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഇപ്പൊ പറയുന്നത് ഇപ്പം കഴക്കൂട്ടം വട്ടിയൂർക്കാവിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് പല മേഖലകളിലും രാജീവ് ചന്ദ്രശേഖരൻ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ മുന്നേറ്റത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് നേമത്താണ്. അപ്പം നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിച്ചാൽ അവിടെ വിജയിക്കും എന്നൊരു ധാരണയുണ്ട്. വട്ടിയൂർക്കാവിൽ ഈ പറയുന്ന പോലെ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അവിടെയും വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ രണ്ടിന്റെയും തെരഞ്ഞെടുപ്പ് പാറ്റേൺ രണ്ടാണ്. വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ്. ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെ മൂക്കും കുത്തി വീണാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം. എത്ര കിട്ടി? 17 ഒരു സീറ്റാണ് കിട്ടിയത്. ആ പടക്കെ രാധാകൃഷ്ണൻ മാത്രം ഒരു സീറ്റ് കിട്ടി. ആ സീറ്റ് കിട്ടിയിരുന്നിട്ട് പോലും അതിന് മുമ്പ് കെ രാധാകൃഷ്ണൻ അല്ല AM ആരിഫ് മത്സരിച്ച ആലപ്പുഴയിൽ നിന്ന് ആരിഫിന് മാത്രമാണ് ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടി. തൊട്ടടുത്ത തവണ നടന്ന തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു ഫലം? തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വിജയിച്ചില്ലേ? LDF വിജയിച്ച് വീണ്ടും തുടർഭരണത്തിലേക്ക് എത്തിയില്ലേ?
നമ്മൾ ആലോചിക്കേണ്ട അവിടെയാണ്. LDF തുടർ ഭരണത്തിലേക്ക് എത്തുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണും രണ്ടും എന്റെ ഡിഫറെന്റ് ആണ്. രണ്ടും വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാകും. ഇപ്പൊ നമ്മള് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തന്നെ നമ്മള് ഇവിടെ വ്യക്തിപ്രഭാവത്തിന് പ്രാധാന്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ പൊളിറ്റിക്സ് മാറും. പക്ക പൊളിറ്റിക്സ്. ഞാൻ നേരത്തെ നമ്മള് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേറെ, അതുപോലെ പിന്നെ ബ്ലോക്ക് തെരഞ്ഞെടുപ്പും ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിലും മൂന്ന് രീതിക്കാണ് വോട്ട് വീഴുന്നത്. അതാണ് വോട്ടിംഗ് പാറ്റേൺ. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി അതാണ്. എങ്ങനെയാണെന്നുള്ളത്, ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് വോട്ടായിരിക്കും വീണിട്ടുണ്ടാവുക. അതിന്റെ ഇരട്ടി ചിലപ്പോൾ ഇവിടെ ബ്ലോക്കിലേക്ക് കിട്ടും. കുറെ കൂടെ കൂടുതലായിരിക്കും എവിടെ കിട്ടുക എന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കിട്ടുക. അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് വെച്ച് നോക്കണം. അപ്പൊ ശരിക്കും പൊളിറ്റിക്കൽ വോട്ടുകൾ അവിടെ നടന്നു കഴിഞ്ഞു. എവിടെ തദ്ദേശ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും പിന്നെ BJPക്ക് പ്രാമുഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല വോട്ട് ചെയ്തത്. ശശി തരൂര് മാറി കിട്ടാൻ വേണ്ടി വോട്ട് ചെയ്തതാണ്, അല്ല വേറൊന്നുമല്ല. ശശി തരൂർ എത്രയോ വർഷമായിട്ട് നിൽക്കുന്നു, അവിടെ എത്ര ടൈമായിട്ട് നിൽക്കുന്നു, പ്രയോജനമൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ കേരളത്തിന് അല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് ശശി തരൂർ എന്ന് പറയുന്ന ഒരു MP കൊണ്ട് എന്താണ് ഗുണം ഉണ്ടായതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ശശി തരൂരിന് അറിയാവോ? ശശി തരൂരിന് പോലും അറിയില്ല ശശി തരൂർ തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം. പക്ഷേ കാലാകാലങ്ങളായി അവിടുത്തെ ഒരു നായർ ഡൊമിനിസവും ഒരു സാമുദായിക വോട്ടും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ എല്ലാ കാലവും ഇദ്ദേഹം തന്നെ കയറി പോകുന്നു, ശശി തരൂർ കയറി പോകുന്നു, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് കൂടുതൽ വോട്ട് വീണത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ പാറ്റേൺ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ മനസ്സിലായിക്കൊണ്ട് വേണം. അതുകൊണ്ട് ശ്രീലേഖയെ ഇനി അവിടെ കൊണ്ടുവന്ന് വട്ടിയൂർക്കായി മത്സരിപ്പിച്ച് ആ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് നിയമസഭയിലേക്ക് ഒരു റീ എൻട്രി BJP പ്രതീക്ഷിക്കാമെന്നുള്ള അതൊരു വ്യാമോഹം മാത്രമാണ്. പിന്നെ തന്നെയുമല്ല, ഇപ്പൊ ശ്രീലേഖ ഇത്രത്തോളം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ശ്രീലേഖ പൊതുവെ പാർട്ടിയിൽ നിന്നും പാർട്ടിയിൽ പോരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ശ്രീലേഖയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇമ്പാക്ട്, അല്ലെന്നുണ്ടെങ്കിൽ ശ്രീലേഖയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു പേരുദോഷം എന്ന് വെച്ചാൽ രാജീവിന്റെ അടുത്ത ആള് എന്നുള്ള പേരുദോഷമാണ്. രാജീവിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന, രാജീവ് ചന്ദ്രശേഖരന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എണ്ണപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ രാജീവ് വിരുദ്ധ ഗ്രൂപ്പുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ VV രാജേഷൊക്കെ രാജീവ് വിരുദ്ധ ഗ്രൂപ്പിലേക്കാണ് ശരിക്കും വരുന്നത്. K. സുരേന്ദ്രനുണ്ട്, V. മുരളീധരനുണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപറ്റ നേതാക്കൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന് എതിർ ഗ്രൂപ്പാണ്, ഓപ്പോസിറ്റ് ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിന് സ്വാധീനം കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ് തിരുവനന്തപുരം. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതെല്ലാം വോട്ടിംഗ് പാറ്റേൺ കംപ്ലീറ്റ് മറിയും. നമ്മൾ ഈ കാണുന്നൊന്നും അല്ല അവിടെ വിജയിപ്പിക്കണോ വേണ്ടേന്ന് അവരാ തീരുമാനിക്കേണ്ടത്. അല്ല രാജീവ് ചന്ദ്രശേഖർ ഒറ്റയടിക്ക് വെച്ചാൽ പിന്നെ ഇപ്പം അങ്ങനെ തീരുമാനിച്ചാൽ അവിടെ വിജയിപ്പിക്കാൻ കഴിയില്ല. തന്നെയല്ല, ഇനി ഒരിടത്ത് പോലും രാജീവ് ചന്ദ്രശേഖരൻ ഇനി ഇവിടെ 2 സീറ്റ് പിടിച്ചെന്ന് വെച്ചു, ആർക്കാ ക്ഷീണമെന്നറിയോ? K. സുരേന്ദ്രന് ക്ഷീണമാണ്. K. സുരേന്ദ്രൻ ഇത്രയും കാലം പിന്നെ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചിട്ടും സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് പോലും ഒരു തവണ പോലും ഒരു നിയമസഭയിലേക്ക് ഒരാളെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല K. സുരേന്ദ്രന്. അത് K. സുരേന്ദ്രന് ക്ഷീണമാണ്. അപ്പം സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഉദ്യമത്തെ പരാജയപ്പെടുത്തേണ്ടത് K. സുരേന്ദ്രന്റെ കൂടി ആവശ്യമാണ്. അപ്പം ഇനിയൊരു 2 MLA വന്നിരിക്കട്ടെ, 2 MLA-മാര് കേരളത്തിൽ നിന്ന് BJP-യുടേതായി സംസ്ഥാന നിയമസഭയിൽ എത്തിക്കഴിയുമ്പോൾ ആർക്കാണ് അതിന്റെ ക്രെഡിറ്റ് പോകുന്നത്? രാജീവ് ചന്ദ്രശേഖരനാണ്, അല്ലാതെ K. സുരേന്ദ്രനിലേക്ക് പോവില്ല. ഇനി കോഴിക്കോട് പിന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായ പിന്നെ ഉള്ളേരി ആ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ബാലുശ്ശേരിയോ ഉള്ളേരിയോ ഏതെങ്കിലും ഒരു സ്ഥലം പേരാമ്പ്രയോ എവിടെ നിന്നെങ്കിലും ഒരു BJP-കാരൻ കയറി പോയിരുന്നാലും ക്രെഡിറ്റ് ആരുടെ പേര് വരും? രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വരും. അപ്പം ഇതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയല്ല, നൂലിൽ കെട്ടി ഇറക്കിയ ഒരു സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അപ്പം പുള്ളി അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർക്ക് മനസ്സില്ല. അപ്പോൾ അങ്ങനെ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ഇവര് തന്നെ സമ്മതിക്കത്തില്ല ഈ പാർട്ടിക്കുള്ളിൽ. അതാണ് ഞാൻ പറഞ്ഞ വലിയൊരു വിവാദത്തിലേക്ക് പോകും. ഒരു ഉൾപാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുള്ളിൽ ഒരു വലിയ തമ്മിത്തൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി നിർണയം കൂടെ വരുമ്പോൾ ഇനി ഏത് അവസ്ഥയാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നമ്മുടെ വിഷയം ശ്രീലേഖ തുറന്നു വിട്ട ഒരു വലിയ ഭൂതമുണ്ട്. ഈ ഭൂതം ഈ BJP-യെ ഇവിടെ പതുക്കെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പിന്നെ BJP ഒക്കെ വീണ്ടും വരാതിരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ലത്. ക്രിസ്മസ് കരോൾ നടത്താൻ കഴിയില്ല, അല്ലെ, അവരെ ക്രിസ്മസ് കരോളിലെ ആക്രമിക്കുന്നു, ഇങ്ങനെ തുടങ്ങി. പിന്നെ ഇപ്പൊ തന്നെ ക്രിസ്മസിന്റെ അവധി വെട്ടിക്കളഞ്ഞു, അല്ലെ, UP-യിൽ അടക്കം UP-യിൽ അവധി വേണ്ടെന്ന് പറയും. ലോക്സഭയില് ലോക് ഭവനില് ക്രിസ്മസ് ദിനം അവധി കൊടുക്കുന്നില്ല. അപ്പം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ നമുക്കറിയില്ല.
ഈ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സഭക്കാരെ ഇപ്പൊ അനുനയിപ്പിക്കാൻ വേണ്ടി കേക്കും കൊണ്ട് കഴിഞ്ഞ തവണ മുതൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ BJP-ക്കാർ. ഇവിടുത്തെ ക്രിസ്തീയ വിശ്വാസികൾ ഇത് അറിയുന്നുണ്ടോന്ന് അറിയില്ല, അവർ കാണുന്നുണ്ടോന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതായത് പിന്നെ അവധി, ക്രിസ്മസിനുള്ള അവധി അന്തർദേശീയ തലത്തിൽ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. ശരിക്കും ചടങ്ങല്ല, ഒരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. കാര്യം ഏറ്റവും പ്രാധാന്യമുള്ള, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് അവധി കൊടുക്കാത്ത ഒരു നേതൃത്വത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ BJP അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് മാറ്റം, നവദിനത്തിന് പോലും അവധി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നവദിനത്തിന് ഉണ്ടാവില്ല, പെരുന്നാളിനുണ്ടാവില്ല, അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിയ ക്രിസ്മസിന്, ഈസ്റ്ററിന്റെ സൺഡേ ആയതുകൊണ്ട് പിന്നെ ആ വഴിക്ക് അതങ്ങ് പോകും. ദുഃഖവെള്ളിക്ക് അവധി ഉണ്ടാവില്ല. അപ്പൊ അവധികളില്ലാത്ത, ചിലപ്പോ ഈ കുട്ടികളുടെ ക്രിസ്മസിന്റെ 10 ദിവസത്തെ ലീവ് ഓണത്തിന് മാത്രം എടുത്താൽ മതി എന്ന് പറയും. ക്രിസ്മസിന് 2 ദിവസം വല്ല പരീക്ഷ കഴിഞ്ഞതിന് ക്ഷീണം മാറ്റാൻ 2 ദിവസം എന്നുള്ള നിലയിലേക്ക് വല്ലതും ഇത് വെട്ടിച്ചുരുക്കും, അവധി വരെ വെട്ടിച്ചുരുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം വലിയ ഭീകരമായ ഒന്നിലേക്കാണ് ശരിക്കും നമ്മൾ BJP-യെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോകുന്നത്. അത് ക്രിസ്തീയ സഭകൾ കൂടി ഇക്കാര്യം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ട സ്റ്റാൻഡ് വളരെ കൃത്യമായിരിക്കണം. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തേനും പാലും ഒഴുക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് BJP വരുന്ന സാഹചര്യത്തിൽ പോലും ഇവര് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ വന്നിരിക്കുന്ന സംസ്ഥാനങ്ങളെ പരിശോധിക്കണം. അപ്പൊ എന്നിട്ട് ചിന്തിക്കും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കാര്യം ഇവിടെ ബാക്കി 2 പാർട്ടികൾ സ്ട്രോങ് അല്ലേ, ഇപ്പൊ CPM-ഉം കോൺഗ്രസും ഇവിടെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊരു ധാരണയിലേക്ക് എത്തും. പക്ഷെ അല്ല, ഇവര് അടങ്കലാണ് എടുക്കുന്നത്. കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടായിരിക്കും ഇവർ അധികാരത്തിലേക്ക് വരുന്നത്, ഇവരുടെ ചില അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനൊക്കെയുള്ള ശ്രമം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും. അത് ചെറുക്കപ്പെടേണ്ട ഒരു വസ്തുതയാണെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം ഇനിയും BJP അധികാരത്തിൽ വരുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു ടേക്ക് അക്കാര്യത്തിൽ.